Okay, നമുക്ക് നെക്സ്റ്റ് പാർട്ടായി ഇവിടെ നമ്മൾ കൺസിസ്റ്റൻസി ഓഫ് ദ സോയിലിനെ കുറിച്ചാണ് പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം സോയിലിൻ്റെ ഫേംനെസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡെനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് ആ സോയിൽ ഉള്ളത്? ആ സോയിൽ ചിലപ്പം ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കാം, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലായിരിക്കാം, സോളിഡ് സ്റ്റേറ്റിലായിരിക്കാം, ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലായിരിക്കാം. ആ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ കൺസിസ്റ്റൻസി. അതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫേം ആണ് ആ സോയിൽ എന്നുള്ളത്. അപ്പം നമ്മുടെ 4 സ്റ്റേറ്റ്സ് ആണ്: ലിക്വിഡ്, പ്ലാസ്റ്റിക്, സെമി സോളിഡും സോളിഡും. Then water content at which the soil changes from one state to another is consistency limit or Atterberg limit. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് തന്നെ എത്രത്തോളം വെള്ളം നമ്മുടെ സോയിലുണ്ടെന്ന്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എത്തുമ്പോൾ സോയിൽ ചേഞ്ചസ്, അത് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവും, സെമി സോളിഡ് ആവും. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് അതിൽ എപ്പോഴാണോ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ലിമിറ്റ് അല്ലെങ്കിൽ അട്ടർബർഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഞാനിപ്പോൾ വാട്ടർ കണ്ടന്റും വോളിയും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പം ആദ്യം എന്താണ്, ഫുൾ സോളിഡ് ലിക്വിഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. അത് ഫുൾ ലിക്വിഡ് ആയിരിക്കുന്ന സമയത്ത് വാട്ടർ കണ്ടന്റ് കുറച്ച് വന്ന് WL ലിക്വിഡ് ലിമിറ്റ് എൻ്റെ അവിടെ എത്തി. അതിന് WL-നെക്കാട്ടും കുറഞ്ഞ എന്താണത്, പ്ലാസ്റ്റിക് ലിമിറ്റിലോട്ട് പോകും. അപ്പം എന്താണത്, വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു പ്ലാസ്റ്റിക് ഇസ് നോൺ ആസ് ലിക്വിഡ് ലിമിറ്റ്. അതുപോലെ തന്നെ WP പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് എന്താണ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ടു സെമി സോളിഡ് പോകുന്നതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. സെമി സോളിഡിൽ നിന്ന് സോളിഡ് പോകുന്നതാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ലിക്വിഡ് ടു സെമി സോളിഡ് വരെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയുമ്പോൾ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സെമി സോളിഡ് സോളിഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വോളിയം കുറയത്തില്ല. പിന്നെ സാൻഡ് സെയിം ആണ്. എന്താണ്, ഈ സാൻഡിൻ്റെ ഇടയിലുള്ള വോയിഡ് സ്പേസസിലോട്ടാണ് ഈ വെള്ളം കയറി പോകുന്നത്. അല്ലാതെ എക്സ്പാൻഡ് ചെയ്ത് വോളിയം ഒന്നും കൂടുന്നില്ല. അത് നമ്മളിപ്പോൾ തിയററ്റിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ y ആക്സിസിൽ എവിടെയാണോ മീറ്റ് ചെയ്തത് അതുകൊണ്ട് അതുവരെയാണ് വോയിഡ് റേഷ്യോ ഓഫ് വോയിഡ് എയറിൻ്റെ എത്രയാണ് എടുക്കുന്നത്, VS എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ്സ്. നെക്സ്റ്റ് പിന്നെ കുറച്ച് നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ സോയിൽ കണ്ടെയ്നിങ് ഹൈയസ്റ്റ് വാട്ടർ ഇസ് ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ. ഏറ്റവും ഹൈയസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. പിന്നെ ഷിയർ സ്ട്രെങ്ത് ആ സമയം 0 ആയിരിക്കും. ലിക്വിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഷിയർ സ്ട്രെങ്ത് 0 ആണ്, കാരണം വെള്ളത്തിന് ഷിയർ സ്ട്രെങ്ത് ഇല്ല. പിന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് എത്രത്തോളം അപ്പോൾ റിഡ്യൂസ് ചെയ്യുന്നു, സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് ചിന്തിച്ചാൽ മതി, സോയിൽ ലിക്വിഡ് സ്റ്റേറ്റിനെ കാട്ടും അതിൻ്റെ സ്ട്രെങ്ത് സോളിഡ് സ്റ്റേറ്റിലല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്, വാട്ടർ കണ്ടന്റ് കുറയും തോറും ഷിയർ സ്ട്രെങ്ത് കൂടും. ഇൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് നമുക്ക് സോയിലിനെ പല ഷേപ്പിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. സെമി സോളിഡ് ഷേപ്പിൽ അതിങ്ങനെ ക്രാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. പിന്നെ ഞാൻ ഓരോ ലിമിറ്റൊക്കെ എന്താണെന്ന് പറഞ്ഞു, ജസ്റ്റ് റീഡ് ഇറ്റ്. ഇത് നമുക്ക് കുറച്ച് ഇൻഡെക്സ്, പ്ലാസ്റ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാണിച്ചാൽ പിന്നെ ലിക്വിഡ് ലിമിറ്റ് എന്താണ്, ക്ലേ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ നമ്മുടെ ലിക്വിഡ് ലിമിറ്റിൽ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് ലിക്വിഡ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണത്. എത്രത്തോളം പാർട്ടിക്കിൾ തിന്നറായിരിക്കും അത്രത്തോളം അത് വെള്ളത്തിന് അബ്സോർബ് ചെയ്യും. അപ്പം എന്താണ്, എത്രത്തോളം വെള്ളത്തിന് അബ്സോർബ് ചെയ്ത് വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടും, അത്രത്തോളം കൂടുതലായിരിക്കും ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റിൻ്റെ സമയത്ത് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ലീസ്റ്റ് ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് കോൺ പെനട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ കെസരാങ്കേസ് അപ്പാരറ്റസ്. പ്രൊസീജിയറിലോട്ട് പോകുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് അത് ആവശ്യമില്ല. സ്റ്റിൽ ഒരു ബ്രീഫ് പറഞ്ഞാൽ, നമ്മളൊരു പെർട്ടിക്കുലർ ലിക്വിഡ് കണ്ടന്റ്, പല ലിക്വിഡ് കണ്ടന്റിൽ നമ്മളത് കണ്ടുപിടിക്കും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് കണ്ടന്റിൽ നമ്മൾ സോയിൽ എടുക്കും, മിക്സ് ചെയ്യും, ഈ അപ്പാരറ്റസിൽ വെക്കും, എന്നിട്ട് ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്യും. എന്നിട്ട് 2 ഹില്ല് പോലെ ആവും. അത് ഒരു കുഴി വീഴും. നമ്മൾ ഈ ചമ്മന്തി ഓട്ട ചെയ്തിട്ട് എണ്ണ ഒഴിച്ച് കഴിക്കുന്ന ചമ്മന്തി ഇല്ലേ, കുന്നുപോലാക്കിയിട്ട്, അതുപോലെ നമ്മളൊരു ഓട്ടയ്ക്ക് ഒരിട വരയിടും. എന്നിട്ട് നമ്മൾ അതിനൊരു ഹാമർ ഇട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ആ പ്ലേറ്റ് ഒരു ഹാർഡ് സർഫസിൽ. അപ്പം ഈ സാധനം ഇങ്ങനെ അടിച്ചടുക്കി വന്ന്
തട്ടും. എപ്പോഴാണോ തട്ടുന്നത് എത്ര നമ്പർ ഓഫ് ബ്ലോസിലാണ് തട്ടിയത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പല വാട്ടർ കണ്ടന്റിലും എത്ര നമ്പർ ഓഫ് ബ്ലോസിലാണ് അത് ടച്ച് ചെയ്യുന്നതെന്ന് നോക്കും. അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരച്ചതിന് ശേഷം 25 നമ്പർ ഓഫ് ബ്ലോസിന് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റ് ഏതാണ്, അതാണ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കർവിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ലോഗറിതമിക് ഗ്രാഫാണ്, സെമി ലോഗ് ഗ്രാഫാണ്. ഫ്ലോ ഇൻഡെക്സിൻ്റെ ഇക്വേഷനൊക്കെ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് സ്ലോപ്പാണ് ആ ലൈനിൻ്റെ. Flow index is the slope of the flow curve. It is the rate at which the soil loses its shear strength with an increase in water content. പിന്നെ എത്രത്തോളം സ്റ്റീപ്പർ സ്ലോപ്പ് ആവുന്നു അത്രത്തോളം ലോ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും. കാരണം എന്താ, in order to reduce water content by same amount it takes smaller number of blows and shear strength lowers. ഇത് സ്ലോപ്പ് സ്ലീപ്പർ ആവുന്നതിൻ്റെ കേസാണ് പറഞ്ഞത്. അതാണ് ലിക്വിഡ് ലിമിറ്റ്. ഇനി പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലിനെ എടുത്തിട്ട് റോൾ ചെയ്ത് നല്ല ത്രെഡ് നൂല് പോലാക്കി, ഒരു 3 mm ഡയയുടെ നൂല് പോലാക്കുന്ന സമയത്ത് അത് ക്രംബിൾ ചെയ്യുക, എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോവുക. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഏത് വാട്ടർ കണ്ടലാണോ നമ്മൾ നീഡ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ റോൾ ചെയ്തപ്പോൾ പൊടിഞ്ഞു പോയത്, അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് അങ്ങനെ ആവശ്യമില്ല. Shear strength at the plastic limit is 100 times than liquid limit. ജസ്റ്റ് കുറച്ച് കുഞ്ഞു പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഷ്രിങ്കേജ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ് കഴിഞ്ഞു, പ്ലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു, ഇനി ഷ്രിങ്കേജ് ലിമിറ്റ്. ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ദ സ്മോളസ്റ്റ് വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഇസ് സാച്ചുറേറ്റഡ്. എന്ന് പറയുമ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്മോളസ്റ്റ് വാട്ടർ കണ്ടന്റ് ആണ്. എന്നുവെച്ചാൽ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിറ്ററലി ആ ലിമിറ്റ് കഴിഞ്ഞു പോയാൽ അത് സെമി സോളിഡായി കുറച്ച് ലിക്വിഡായിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങും. വോയിഡ് ഫുള്ള് വെള്ളം കയറി കഴിഞ്ഞു. ആ സ്മോളസ്റ്റ് വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ സോയിൽ സാച്ചുറേറ്റ് ആവുന്നതിനാണ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഷ്രിങ്കേജ് ലിമിറ്റിനെക്കാട്ടും വാട്ടർ കണ്ടന്റ് കുറഞ്ഞാൽ വോളിയം കുറയത്തില്ല. അതിൻ്റെ ഒരു ഇക്വേഷൻ ആണിത്, M1 - MS - V1 - V2 ρW/MS. ജസ്റ്റ് ഇത് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ. ഈ ഫേസ് ഡയഗ്രം ഒക്കെ നമ്മൾ മോഡ്യൂൾ 1 പഠിച്ചുകൊണ്ട് തന്നെ സിമിലർ തന്നെയാണ്. ആൻഡ് ഈ ഇക്വേഷനൊക്കെ അറിഞ്ഞിരിക്കണം, ഈ ജീൻ്റെ ഇക്വേഷനും അറിഞ്ഞിരിക്കണം. പിന്നെ ഷ്രിങ്കേജ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് പിന്നെ നമുക്ക് കുറച്ച് ഫോർമുലാസ് ആണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. യു ഷുഡ് നോ ദിസ്. ഷ്രിങ്കേജ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് മൈനസ് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറയുന്നത് V1 - V2/VD V1 - V2 × 100. ഇന്ന് തന്നെ ഒന്നുമില്ല, നമുക്ക് തന്നേക്കുന്ന വോളിയത്തിൻ്റെ ചേഞ്ച്, ഡിക്രീസ് അല്ലെങ്കിൽ ഡെൽറ്റ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡ്രൈ വോളിയം, പിന്നെ അതേ ഹോൾ ഡിവൈഡഡ് ബൈ വാട്ടർ കണ്ടന്റ്. ഈ വോളിയം V1 കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റ് ആണ് W1, V2 വോളിയത്തിന് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റ് ആണ് W2. VD എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഉള്ള വോളിയം ആണ് VD. അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഷ്രിങ്കേജ് റേഷ്യോ കിട്ടി. ഷ്രിങ്കേജ് റേഷ്യോയുടെ ഒരു ഫോർമുലയും കൂടി ഇതാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഈ എഴുതിയിരിക്കുന്ന ഫോർമുലാസ് ഒക്കെ അറിഞ്ഞിരിക്കണം, ഈ 3 ഫോർമുലാസും അറിഞ്ഞിരിക്കണം. ഇനി വോളിമെട്രിക് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചേഞ്ച് ഇൻ ഇവിടെയും റേഷ്യോ ഓഫ് ഗിവൺ വോളിയം എക്സ്പ്രസ്ഡ് ചേഞ്ച് എക്സ്പ്രസ്ഡ്, ഇവിടെയും ചേഞ്ച് ഇൻ വോളിയം, ഇവിടെയും ചേഞ്ച് ഇൻ വോളിയം ആണ് എക്സ്പ്രസ്ഡ് ഓഫ് ഡ്രൈ വോളിയം. എന്നുവെച്ചാൽ നമ്മുടെ ഇനിഷ്യൽ വോളിയത്തിൽ ഡ്രൈ വോളിയം കുറയ്ക്കണം ബൈ VD × 100. അതാണ് വോളിമെട്രിക് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ. ഇതിലും 2 ഇക്വേഷൻ ഉണ്ട്, ഇതിലും അറിഞ്ഞിരിക്കണം. ലീനിയർ ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ലെങ്ത്. 3 ഫോർമുലാസ് ഉണ്ട്, അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ഫോർമുലാസ് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ IP WL - WP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്.
പ്ലാസ്റ്റിക് ലിമിറ്റിന് തന്നെ പല ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പല റേഞ്ച് ഓഫ് വാല്യൂസും നമ്മൾ എത്രത്തോളം പ്ലാസ്റ്റിക് ആണെന്ന് പറയും. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നതും കൺസിസ്റ്റൻസി ഇൻഡെക്സും 2 ഇൻഡെക്സ് ആണ്. അത് 2 ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രത്തോളം അത് ലിക്വിഡ് ലിമിറ്റിന് അടുത്തോട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആ സോയിലിന്റെ കൺസിസ്റ്റൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ടഫ്നെസ് ഇൻഡെക്സ്. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഇൻഡെക്സ് ബൈ ഫ്ലോ ഇൻഡെക്സ്. ഷിയർ സ്ട്രെങ്ത് അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പോയിന്റ്സ് ആണ്. ഷിയർ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് ലിമിറ്റിൽ ഷിയർ സ്ട്രെങ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടഫ്നെസ് ഇൻഡെക്സ്. ഒരു കറണ്ട് 0 to 3 വാല്യൂവിൻ്റെ ഇടയിലായിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ ഇറ്റ്സ് ഫ്രീയബിൾ അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ല, ഫ്രീയബിൾ. ഇനി ആക്ടിവിറ്റി ഓഫ് സോയിൽ തന്നെ അടുത്തൊരു റേഷ്യോ ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും പെർസെൻറ്റേജ് ഫൈനർ ദെൻ 2 മൈക്രോൺ ഇന്ന് താഴെ ഉള്ളതുമാണ്. ആക്ടിവിറ്റി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ ക്ലേ സോയിൽ മെഷർ ചെയ്യുന്നതാണ് ഈ ആക്ടിവിറ്റി ഓഫ് സോയിലിന് പറഞ്ഞാൽ. ഇത്രയായിരുന്നു നമ്മുടെ അട്ടർബർഗ്സ് ലിമിറ്റ്, കൺസിസ്റ്റൻസി, ഇതൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് IS ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ആണ്. അപ്പം IS ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടേബിളാണ് പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലിനെ പല ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. കോഴ്സ് ഗ്രെയിൻഡ് 8 എണ്ണം ഉണ്ട്, ഫൈൻ ഗ്രെയിൻഡ് 9, ഓർഗാനിക് ആകെ 1 ഉള്ളൂ. ആദ്യം നമുക്ക് പ്രാക്ടിക്കൽ സൈസിൽ എങ്ങനെയാണ് ഈ ഹോൾ സാധനം ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നോക്കാം. ഫസ്റ്റ് വെരി കോഴ്സ് സോയിൽ എന്ന് പറയുമ്പോൾ ബൗളിനോടെ കല്ല് ലിറ്ററലി പറക്കിയെടുക്കാൻ പറ്റുന്ന കല്ല് റോക്കൊക്കെ. ബൗൾഡർ സൈസും കോബിൾ സൈസും. ബൗൾഡർ സൈസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 300 mm, 300 to 80 mm ആണെങ്കിൽ കോബിൾ സൈസ്. പിന്നെ കോഴ്സ് സോയിൽ. കോഴ്സ് സോയിൽ ഗ്രേവലും ഉണ്ട്, സാൻഡും ഉണ്ട്. ഗ്രേവൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, കോഴ്സും ഉണ്ട്, ഫൈനും ഉണ്ട്. കോഴ്സ് എന്ന് പറഞ്ഞാൽ 80 into 20 mm, ഫൈൻ എന്ന് പറഞ്ഞാൽ 20 to 4.5 mm, 4.75 ഇടയിൽ. ഇത് നമ്മുടെ ഒരു സീവ് അനാലിസിസിനിട്ട് വേറെ രീതിയിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സാൻഡ് എന്ന് പറയുന്നത് തന്നെ 3 ഉണ്ട്, കോഴ്സ്, മീഡിയം, ഫൈന്. 4.75 to 75 മൈക്രോൺ ആണ് നമ്മുടെ സാൻഡിന്റെ സൈസ്. അത് തന്നെ നമ്മൾ പിന്നെയും 2 മൈക്രോൺ വരെയാണെങ്കിൽ കോഴ്സ്, 2 to 425 മൈക്രോൺ ആണെങ്കിൽ 4.25 മൈക്രോൺ ആണെങ്കിൽ മീഡിയം, പിന്നെ 4.275 മൈക്രോൺ ആണെങ്കിൽ പോയിന്റ് അവിടെ ഇല്ല, അത് 425 മൈക്രോൺ തന്നെയാണ് കേട്ടോ. 425 മൈക്രോൺ -275 മൈക്രോൺ ഫൈൻ സാൻഡ് ആണ്. പിന്നെ ഫൈൻ സോയിൽ തന്നെ സിൽറ്റും ഉണ്ട്, ക്ലേയും ഉണ്ട്. സിൽറ്റ് എന്ന് പറഞ്ഞാൽ 75 മൈക്രോൺ to 2 മൈക്രോൺ. 2 മൈക്രോണിനെക്കാട്ടും ചെറുതാണെങ്കിൽ അതിന് ക്ലേ സൈസ് നമ്മൾ പറയും. ഇത് പാർട്ടിക്കിൾ സൈസ് വെച്ച് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. ഇനി നമുക്ക് അല്ലാതെ ക്ലാസിഫൈ ചെയ്തേക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പ് സിമ്പിൾ എന്ന് പറയുമ്പോൾ GW എന്ന് പറഞ്ഞാൽ വെൽ ഗ്രേഡഡ് ഗ്രേവലിനെയാണ്. ഇനി നമ്മൾ ഗ്രേവലിനെയും സാൻഡിനെയും കോഴ്സ് ഗ്രൈൻഡ് സോയിലിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെരി കോഴ്സ് ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ സോയിലല്ല, ലിറ്ററലി കല്ലാണത്. ഇനി നമുക്ക് കോഴ്സ് ഗ്രൈൻഡ് തന്നെ വേറെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ആക്ച്വൽ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ പേരുകൾ ആദ്യം പഠിക്കാം. കോഴ്സ് ഗ്രൈൻഡിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഗ്രേവലും സാൻഡും. ഗ്രേവലും സാൻഡിനെ തന്നെ 4 ആയിട്ട് ഓരോന്നിനും തിരിച്ചിട്ടുണ്ട്. വെൽ ഗ്രേഡഡ് ഗ്രേവൽ ആയിട്ടുള്ള സോയില്, പുവർലി ഗ്രേഡഡ് ഗ്രേവൽ ആയിട്ട്, ഇതെല്ലാം ഗ്രേവൽ ഇവിടെ ഉണ്ട്. പുവർലി ഗ്രേഡഡ് ഗ്രേവൽ സോയില്, പിന്നെ സിൽറ്റി ഗ്രേവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിൽറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഗ്രേവല്, പിന്നെ ക്ലേ ഗ്രേവല്. സാൻഡും അതുപോലെ തന്നെ വെൽ ഗ്രേഡഡ് സാൻഡ്, പുവർലി ഗ്രേഡഡ് സാൻഡ്, സിൽറ്റി സാൻഡ്, ക്ലേ സാൻഡ്. അപ്പോൾ ഈ കോഴ്സ് ഗ്രൈൻഡ് ആണല്ലോ ഗ്രേവലും സാൻഡും. ഇനി ഇതിനെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ചെയ്തൊരു ടേബിളാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ഷോർട്ടാക്കാം. ഇത് ബേസിക്കലി ഒരു ഫുൾ പേജ് ഉണ്ട്. ഓക്കെ. കോഴ്സ് ഗ്രൈൻഡ് സോയിൽ, ഇത് ക്ലിയർ ആവില്ല, സോയിൽ ജസ്റ്റ് ഞാൻ വലുതാക്കാം എന്നിട്ട് പറയാം. കോഴ്സ് ഗ്രൈൻഡ് സോയിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഗ്രേവലും ഉണ്ട്, സാൻഡും ഉണ്ട്.
ഇതിന് നമ്മൾ പിന്നെ നമുക്ക് അതിന് ആദ്യത്തെ ഗ്രേവൽ ഫ്രാക്ഷനിലോട്ട് പോവാം. ഗ്രേവൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെയും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലെസ് ദാൻ 5% ഫൈൻ പാസ് ത്രൂ 75 മൈക്രോൺ. ഫൈൻസ് ബിറ്റ്വീൻ എന്താണ് n എന്ന് പറയുന്നത് ലെസ് ദാൻ 5, ഇത് 5 to 12% ഇടയിൽ, പിന്നെ മോർ ദാൻ 12. ഇതേ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് സാൻഡിലും വരുന്നത്. എന്താണ് ലെസ് ദാൻ 5, 5 to 12, ഗ്രേറ്റർ ദാൻ 12, n പെർസെൻറ്റേജ് ഫൈൻ. ഇനി പെർസെൻറ്റേജ് ഫൈനിൽ തന്നെ ലെസ് ദാൻ 5 ആണെങ്കിൽ അത് വെൽ ഗ്രേഡഡും പുവർ ഗ്രേഡഡിലും സോർട്ട് ചെയ്യും. ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ സാൻഡിനും സെയിം ആണ്. ഈ അൾട്ടിമേറ്റ് റിസൾട്ട് ഇവിടെ വരുമ്പോൾ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതൊന്നുമില്ല, ഈ മേളിൽ ഈ ജി വരുന്ന സ്ഥലത്തെല്ലാം ഇവിടെ എസ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറയാം, ഇതിങ്ങനെ നമ്മൾ പഠിക്കണം. ഈ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ ഡയറക്റ്റ് വരയ്ക്കാനേ അവർ ചോദിക്കത്തുള്ളൂ. പിന്നെ 5 to 12% ഇടയിലാണ്, അല്ല ലെസ് ദാൻ 5 ആണെങ്കിൽ അത് വെൽ ഗ്രേഡഡ്, പുവർലി ഗ്രേഡഡ്. വെൽ ഗ്രേഡഡ് ഗ്രേവൽ എന്താ GW, പുവർലി ഗ്രേഡഡ് GP. പിന്നെ അടുത്ത ബോർഡർ ലൈൻ ഹാസ് ഡ്യുവൽ സിമ്പിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഗ്രഡേഷൻ ആൻഡ് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടർ. ബോർഡർ ലൈൻ ആണ്. അപ്പം എന്താണത് വെൽ ഗ്രേഡഡ്, ഇതൊരു 4 എണ്ണം ഉണ്ട്. വെൽ ഗ്രേഡഡ് GM-ഉം വെൽ ഗ്രേഡഡ് GC, വെൽ ഗ്രേഡഡ് സിൽറ്റി ഗ്രേവലും വെൽ ഗ്രേഡഡ് ക്ലേ ഗ്രേവൽ, പിന്നെ ഗ്യാപ് ഗ്രേഡഡ് സിൽറ്റി ഗ്യാപ് ഗ്രേഡഡും ഗ്യാപ് ഗ്രേഡഡ് തന്നെ എന്താണ് ഗ്രേവലിൻ്റെയും സിൽറ്റിൻ്റെയും. ഗ്യാപ് ഗ്രേഡഡ് സിൽറ്റി ഗ്രേവൽ, ഗ്യാപ് ഗ്രേഡഡ് ക്ലേ ഗ്രേവൽ, അങ്ങനത്തെ 4 എണ്ണം എഴുതണം. പിന്നെ മോർ ദാൻ 12% ആണെങ്കിൽ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ എബവ് എ ലൈൻ ഇൻഹാസ്ഡ് സോൺ ബിറ്റ്വീൻ ദ ലൈൻ ഒക്കെ ഞാൻ നെക്സ്റ്റ് ഒരു ഫിഗർ പറയുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഈ സാധനം ഡയറക്റ്റ് എഴുതാനേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു പ്ലാസ്റ്റിസിറ്റി ചാർട്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ സാൻഡ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ലിറ്ററലി ദ സെയിം തിങ്സ് റിട്ടൺ ഹിയർ. നമുക്ക് പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ പോകാം. ഇവിടെ ഡിറ്റർമൈൻ IP വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്ന് പറയുമ്പം പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, IP, വാട്ടർ കണ്ടന്റ്. അപ്പോൾ ഗ്രാഫ് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ IPയുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരയ്ക്കും. അത് വരച്ചു. എന്നിട്ട് നമ്മൾ പാർട്ടിക്കിൾ സൈസിനനുസരിച്ചാണ് ഇവിടെ നിന്ന് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. M റെപ്രസെൻ്റ് ചെയ്യുന്നത് സിൽറ്റ്, C റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലേ, O റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഗാനിക് ആണ്, L റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോ, I റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ്, H റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈ. അപ്പോൾ വാട്ടർ കണ്ടന്റ് ലോ ആയിരിക്കുന്നത് ഇങ്ങറ്റം അല്ല എങ്ങാണ്ട് ലെഫ്റ്റിലോട്ട് ചേർന്ന്, പിന്നെ ഇൻ്റർമീഡിയറ്റ് നമ്മളൊരു വര, ഇത് ഹൈ. ജസ്റ്റ് ഇതിന് ഇവിടെ കാൽക്കുലേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പം ലോ. പിന്നെ ക്ലേ ഒക്കെ നമ്മൾ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ IP ലൈൻ്റെ മേളിലാണ്. ആൻഡ് നമ്മൾ എന്താണ് സിൽറ്റും ഓർഗാനിക് സോയിലിനും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ IP ലൈൻ്റെ താഴെയാണ്. അപ്പം നമുക്ക് ലോ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈൻ്റെ മുന്നേ ഇവിടെയാണ്. ഇൻ്റർമീഡിയറ്റ് ഇതിൻ്റെ ഇടയിലും, ഹൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലും, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ ഇടയിലും ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഹാച്ച്ഡ് ലൈൻ ഉണ്ട്, അവിടെ നമ്മൾ CL to ML എന്ന് എഴുതണം. എന്നുവെച്ചാൽ ക്ലേ വിത്ത് ലോ പ്ലാസ്റ്റിസിറ്റിയും എന്താണ് സിൽറ്റ് വിത്ത് ലോ പ്ലാസ്റ്റിസിറ്റിയും ഈ ഒരു ഹാച്ച്ഡ് സോണിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിലും ആ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് വരും എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇതാണ് ആ ഫിഗർ എന്ന് പറഞ്ഞാൽ. ആ ഫിഗറിൽ ഓരോ ടേംസ് ഇവിടെ ഇങ്ങനെ നമ്മൾ എഴുതണം. ഇനി അത് വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ലിക്വിഡ് ലിമിറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് അനുസരിച്ച് എബവ് ദ ലൈൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ക്ലേ ആണ് എബവ് ദ ലൈൻ പോകുന്നത്. അപ്പം എന്താണ് GC എന്ന് പറഞ്ഞാൽ അതേണ്ടേ ക്ലേ ഗ്രേവൽ. എബവ് ദ ലൈൻ GC, ഇൻഹാസ്ഡ് ലൈനിൻ്റെ ഇടയിൽ GM-ഉം CM-ഉം, കാരണം ഗ്രേവൽ ആയോണ്ട് നമ്മുടെ GM-ഉം CM-ഉം. അതിനുശേഷം ബിറ്റ്വീൻ ദ ലൈൻ ആണെങ്കിൽ ബിലോ ദ ലൈൻ ആണെങ്കിൽ എന്താണ് M എന്ന് പറയുന്നത്
മീഡിയ അല്ലല്ലോ, സോറി, സിൽറ്റ് ആണ് ബിലോ ദ ലൈൻ ഉള്ളത്. ഈ ഓർഗാനിക് സാധനം നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ നമ്മൾ പറയാറില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ കാണാം. അതിട്ടാണ് സിൽക്ക് ഓർ ഓർഗാനിക് മാറ്റർ ആവുന്നത്. അത് ഡിവൈഡ് ചെയ്യുന്ന ലോ കംപ്രസിബിലിറ്റി, ഇന്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി, ഹൈ കംപ്രസിബിലിറ്റി. ലോ കംപ്രസിബിലിറ്റിയിൽ എന്തൊക്കെയുണ്ട്? സിൽറ്റ്, ക്ലേ, ഓർഗാനിക്. ഇന്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റിയിൽ സിൽറ്റ്, ക്ലേ, ഓർഗാനിക്. അതുപോലെ തന്നെ MHCH, എന്നിട്ട് ഇതെല്ലാം എന്താണ് ഈ അറ്റർബർഗ് ലൈനിന്റെ എബോവ് ആണോ ബിലോ ആണോ എന്ന് എഴുതുക. അത് ഈ ഫിഗറിൽ നോക്കിയിട്ട് ബാക്കി അങ്ങോട്ട് എഴുതേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ഥലം അത് നമ്മൾ ഫിഗർ വരച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. എന്തായാലും ക്ലേ സാധനങ്ങൾ മാത്രമാണ് അറ്റർബർഗ് ലിമിറ്റിന് മുകളിലുള്ളത്, ബാക്കിയെല്ലാം അറ്റർബർഗ് ലിമിറ്റ് താഴെയാണ്. അതത്ര ആലോചിച്ചിരുന്നാൽ മതി. അങ്ങനെയാണ് നമ്മുടെ മോഡ്യൂൾ 2 തീർന്നിരിക്കുന്നു. ഓക്കെ.